ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അന്നൊരിക്കൽ രഘു സുജാതയ്ക്ക് കൊടുത്ത ഒരു കുങ്കുമച്ചെപ്പായിരുന്നു അത്. വളരെ സന്തോഷത്തോടെ ഒരു പ്രത്യേക ദിവസം സുജാതയ്ക്ക് സമ്മാനിച്ചതായിരുന്നു. എല്ലാവരും ചോദിച്ചിട്ടും എന്ത് പ്രത്യേകതയാണെന്ന് രഘുവും സുജാതയും പറയുന്നില്ല. നാണത്തോടെ തന്നെ നിൽക്കുകയായിരുന്നു രണ്ടുപേരും. നിങ്ങളുടെ അമ്മ എന്നോട് ആദ്യമായി ഇഷ്ടം പറഞ്ഞ ദിവസമായിരുന്നു ഇന്ന്. അതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് ഞാൻ ഈ സമ്മാനം കൊടുത്തത് എന്ന് രഘു പറയുമ്പോൾ എല്ലാവരും അത് കേട്ട് ചിരിക്കുന്നു. നാണത്തോടെ രഘു അവിടുന്ന് പോയ സമയം നിത്യ അമ്മയോട് പറയുന്നു, ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ ആരാണെന്നറിയോ? അമ്മയാണത്. ഞങ്ങൾ പിള്ളേർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയാണിത് എന്ന് പറഞ്ഞ് നിത്യ അമ്മയ്ക്കൊരു ചുംബനം കൊടുക്കുന്നു. എൻ്റെ അമ്മയെ ഞങ്ങളെങ്ങനെ കൊതിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ജ്യോതിയും വന്ന് അമ്മയ്ക്കൊരു ചുംബനം കൊടുക്കുന്നു. അതേ ചെപ്പാണ് ഇപ്പോൾ താഴെ വീണ് പോയിരിക്കുന്നത്. വളരെ സങ്കടത്തോടെ സുജാത അത് ഓർത്തിരിക്കുന്നു. ഈ സമയം നിത്യ അവിടേക്ക് വരുമ്പോൾ തറയിൽ നിന്നും കുങ്കുമം വാരിയെടുക്കുന്ന അമ്മയാണ് കാണുന്നത്. ഇതെങ്ങനെയാ താഴെ വീണത് എന്ന് നിത്യ ചോദിക്കുമ്പോൾ സുജാത കരഞ്ഞുകൊണ്ട് പറയുന്നു, അറിയാതെ കൈ തട്ടി. അച്ഛൻ്റെ പ്രസന്റ് അല്ലേ എന്ന് സങ്കടത്തോടെ നിത്യ പറയുമ്പോൾ സുജാതയും കരയുകയാണ്. ഓർമ്മകൾ ഓരോന്നായി വീണുടഞ്ഞു പോവുകയാണ്. അമ്മേ, എത്ര തവണ ഞാൻ പറഞ്ഞു അച്ഛനെ ഒന്ന് വിളിക്കാൻ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അമ്മ കരയുന്നതിൻ്റെ ആഴം ഞാൻ അറിയുന്നുണ്ട്. അമ്മയ്ക്ക് അച്ഛനെ കാണാതിരിക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. ഒന്ന് വിളിച്ചൂടെ എന്ന് നിത്യ ചോദിക്കുന്നു. സുജാത പറയുന്നു, വേണ്ട മോളെ, എന്നും രാവിലെ എഴുന്നേക്കുന്നത് അച്ഛനെ വിളിക്കണമെന്ന തീരുമാനത്തോടെയാണ്. പിന്നെ അങ്ങ് മടിക്കും. എന്താണ് ഞാൻ രഘുവേട്ടനോട് പറയുന്നത്? ഞാൻ നിന്നെ ഏൽപ്പിച്ചു പോയാൽ എൻ്റെ കുടുംബം എവിടെയെന്ന് സുജാതയെ എങ്ങനെ ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് മറുപടി പറയേണ്ടത്? ജ്യോതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, ജീവനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, ഇതിനൊക്കെ അമ്മയ്ക്ക് മറുപടി ഉണ്ടോ എന്നൊക്കെ സുജാത പറയുന്നു. എന്നാലും എല്ലാം പരസ്പരം പങ്കുവച്ചിരുന്ന രണ്ടുപേർ തമ്മിൽ കാണാതെ എന്നൊക്കെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു, കാലക്കേടാണ് എപ്പോഴും. നിങ്ങൾ കളിയാക്കാറില്ലേ വയസ്സിനും വയസ്സെത്തിയും എപ്പോഴും ഒരുമിച്ച് പ്രണയിച്ച് നടക്കുകയാണെന്ന്? അത് കണ്ട ദൈവങ്ങൾക്ക് അസൂയ തോന്നിയിട്ടുണ്ടാകും, അത്രയുള്ളൂ എന്ന് സുജാത പറയുന്നു. വേണ്ട മോളെ, എന്നത്തെയും പോലെ ഇന്നും കരഞ്ഞു തന്നെ ഉറങ്ങും. മോള് പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് സുജാത പറയുന്നു. പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടും നിത്യ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് സുജാത. പിന്നെയും ആ കൈകളിലേക്ക് നോക്കി പൊട്ടിക്കരയുകയാണ് സുജാത. ശേഷം കാണിക്കുന്നത് രഘുവിനെ ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് സാറ. രഘു കിടന്നതിന് ശേഷം അവിടെ ഇരുന്ന മദ്യകുപ്പിയും പിന്നെ മറ്റു സാധനങ്ങളെല്ലാം സാറ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്നു. ഒരച്ഛനെ നോക്കുന്നത് പോലെ തന്നെയാണ് സാറ രഘുവിനെ നോക്കുന്നത്. ശേഷം കാണിക്കുന്നത് നിത്യ കത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റാർക്കുമല്ല, ഹരിക്ക് തന്നെ. ഹരി ആരെന്നറിയാതെയുള്ള കത്ത്. ഇതേസമയം ആരാധികയ്ക്ക് വേണ്ടിയുള്ള കത്ത് ഹരിയും എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആ അഡ്രസ്സ് എഴുതി കൊടുത്തിരുന്നു, പക്ഷേ എന്താണ് ഇങ്ങനൊരു ബന്ധം വേണ്ട എന്ന് ആലോചിച്ചിരുന്നോ എന്നൊക്കെ ഹരി ലെറ്ററിൽ എഴുതുന്നു. ഇതേസമയം നിത്യ എഴുതുന്നുണ്ട്, ഞാൻ അവിടെ വന്നപ്പോൾ അവിടെ നിന്ന് പോയി എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ രണ്ടുപേരും കത്തുകൾ എഴുതുന്നു. എന്നാൽ കത്ത് രണ്ടുപേർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും, എന്നെങ്കിലും ഒരിക്കൽ ഇത് കയ്യിലെത്തും എന്നുള്ള പ്രതീക്ഷയിൽ എനിക്ക് നിത്യ എഴുതുന്നു. ഈ ലോകത്തിൻ്റെ ഏതോ കോണിൽ എനിക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരാളുണ്ട്, വരികൾ തേടുന്ന ഒരു പേപ്പറുണ്ട്. വല്ലാത്തൊരു പ്രതീക്ഷയാണത് എന്നൊക്കെ പറയുന്നു. ഇതേസമയം നിത്യ എഴുതുന്നുണ്ട്, പിന്നെ മറ്റൊരു വിശേഷമുണ്ട്. പെണ്ണുങ്ങൾ കുശുമ്പ് പറയുന്നത് പോലെയാണെന്ന് തോന്നരുത്. കത്തുകളിലൂടെ ഞാൻ വായിച്ചറിഞ്ഞ നിങ്ങളുണ്ടല്ലോ, ആ നിങ്ങളോട് എനിക്ക് ബഹുമാനം കൂടിക്കൂടി വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. എൻ്റെ ഒരു അയൽവാസി, അയാളെ എൻ്റെ പേരിട്ടാ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. വഴക്കാളിയെന്നോ അഹങ്കാരിയെന്നോ എന്താ പറയുക, ഈ ലോകത്ത് താൻ കഴിഞ്ഞിട്ടേ മറ്റാരോ ഉള്ളൂ എന്നൊരു ഭാവക്കാരൻ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടും. ചില തീപ്പൊരികൾ ഉണ്ടാകും, എങ്ങനെ ഉണ്ടാകാതിരിക്കും? അതല്ലേ അയാളുടെ കയ്യിലിരിപ്പ്. ഇതേസമയം ഹരിയും അതുപോലെ തന്നെ നിത്യയെക്കുറിച്ച് എഴുതുന്നു. ജീവിതത്തിൽ അനാവശ്യമായി വലിഞ്ഞു കയറി വന്ന ഒരുത്തി. നേരം വെളുക്കുന്നത് മുതൽ എൻ്റെ ചിന്തകൾ അവൾ ഇല്ലാണ്ടാക്കുകയാണ്. ഒരു അഹങ്കാരി. കഷ്ടകാലത്തിന് ഒരു എഗ്രിമെൻ്റ് എഴുതി ആ അഹങ്കാരത്തിന് 11 മാസം തലയിൽ വെച്ച് കെട്ടി. ഇനിയിപ്പോൾ സഹിച്ചല്ലേ പറ്റൂ. ഇടയ്ക്ക് അവളുമായി തല്ലുകൂടുമ്പോൾ ഞാൻ ആലോചിക്കും, തൻ്റെ കത്തുകൾ എടുത്ത് അവളെ ഒന്ന് കാണിച്ചു കൊടുത്താലോ എന്ന്. ഒരു നല്ല പെണ്ണ് എങ്ങനെയായിരിക്കണമെന്ന് ആ കഴുതയ്ക്കൊരു തിരിച്ചറിവ് വേണമല്ലോ. നിത്യ ഇതുപോലെ എഴുതുന്നോ, എന്തെങ്കിലും നമ്മൾ തമ്മിൽ കാണുകയാണെങ്കിൽ ആ മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അന്ന് വിചാരിക്കും ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന്. ഹരി എഴുതുന്നു, പക്ഷേ ഒരു കാര്യം പറയാതെ പറ്റില്ലല്ലോ. എനിക്കും എൻ്റെ മോൾക്കും അവളെ തീരെ ഇഷ്ടമല്ല. പക്ഷേ അവൾ എങ്ങനെയോ അമ്മാവൻ്റെ മനസ്സ് കീഴടക്കിയിട്ടുണ്ട്. അമ്മാവൻ അവളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയൂ. ഈ കൈവശത്തിൽ വിശ്വാസമില്ലാത്ത ആളാണ്. പക്ഷേ അമ്മാവൻ്റെ മാറ്റം കാണുമ്പോൾ ഇനി അതും വിശ്വസിക്കണമെന്ന് തോന്നിപ്പോവുകയാണ്.
അതുപോലെ നിത്യ എഴുതുന്നു, ഞാൻ ഈ പറയുന്ന ആ കുഴപ്പക്കാരന് പിന്നിൽ നല്ല മനുഷ്യനുണ്ട് എന്ന് പറയുന്ന ഒരാളുണ്ട്, എൻ്റെ അമ്മ. അയാൾ എപ്പോഴും ന്യായീകരിക്കും. അത് എന്ത് മായാജാലമാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയുള്ള വിശേഷം ഞാൻ അടുത്ത കത്തിൽ എഴുതാം. ഇനിയുള്ള കത്തുകളെങ്കിലും നേരിട്ട് അങ്ങോട്ടേക്ക് എത്തും എന്ന പ്രതീക്ഷയിൽ ആരാധിക. ഹാരി എഴുതുന്നു, ഇനിയും എഴുതാം, ഇനിയും കാത്തിരിക്കാം, കാറ്റലകൾ എന്നെ തേടി എത്തുമ്പോൾ അതിലൂടെ താനുമുണ്ട് എന്നൊക്കെ ഹരി എഴുതുന്നു. ശേഷം കാണിക്കുന്നത് രാവിലെ. എനിക്ക് ഓഫീസിലെ കുറച്ച് ജോലികളുണ്ട്, അത് ഇവിടെ വെച്ച് ചെയ്ത് തീർക്കണം. ഇന്ന് ഇവിടെ ഭക്ഷണം കഴിക്കാൻ മറ്റൊരാളും കൂടി ഉണ്ടാകും. ആ വാക്യൂം ക്ലീനർ കൊണ്ടുവന്ന ആളല്ലേ അയാൾ, ജീവൻ എന്ന് ഹരി പറയുന്നു. അയാളെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു എന്ന് പറയുമ്പോൾ അതെന്തിനെ എന്ന് അമ്മാവൻ. അയാളല്ലേ അന്ന് മോളെ രക്ഷിച്ചത്, അതിൻ്റെ ഒരു സന്തോഷത്തിന് വിളിച്ചതാണ് എന്ന് ഹരി. അത് മാത്രമല്ല, അയാൾ കുറേ കാലം സുഖമില്ലാതെ കിടത്ത ഒരാളാണ്. ഇപ്പോൾ അതിന് പുറത്തു വന്നതേ ഉള്ളൂ. പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. എന്തിന് അയാളെ വീട്ടുകാരെയോ ബന്ധുക്കളെ പോലും അയാൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ലെന്ന് പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, ചുരുക്കി പറഞ്ഞാൽ അയാളുടെ ഉത്തരവാദിത്തം നീ ഏറ്റെടുത്തു അല്ലേ എന്ന്. അങ്ങനെയൊന്നുമല്ല, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു, അത്ര തന്നെ. നീ വേറെ ചിലരെടുത്ത് മോശമായി പെരുമാറുന്നുണ്ടല്ലോ, അവരുടെ അടുത്തൊക്കെ എന്താ ഇങ്ങനെ മനസ്സ് കാണിക്കാത്തത് എന്ന അമ്മാവൻ. വേറെ ആരോട് മോശമായി പെരുമാറിയെന്ന് ഹരി ചോദിക്കുന്നു. ആ പത്മ ടീച്ചറോടെന്ന അമ്മാവൻ. നിസ്സാര പ്രശ്നങ്ങളാണോ നീയുമായിട്ടുണ്ടാക്കിയിട്ടുള്ളത്, ആണോ? ഹരി ദേഷ്യത്തോട് പറയുന്നു. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് പത്മ ടീച്ചറിന്റെ മുകളിൽ കൊണ്ട് വെക്കണ്ട. ജീവൻ പത്മയെ പോലെ ഒരു ശല്യക്കാരനല്ലെന്ന് പറയുന്നു. എനിക്കിപ്പോൾ പത്മപുരാണം കേൾക്കാൻ വയ്യ. അയാൾക്ക് ഒരു ഉച്ചയൂണ് തയ്യാറാക്കാൻ അമ്മാവനെ കൊണ്ട് പറ്റുമോ അതോ ഇല്ലയോ, അതോ പുറത്തുനിന്ന് വാങ്ങണോ, അതാ എൻ്റെ ചോദ്യം എന്ന് പറയുമ്പോൾ അമ്മാവൻ ഒന്ന് മിണ്ടാറ് നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.